ഹലോ. നിങ്ങൾ വൈഫിന്റെ പേരിൽ അപേക്ഷിച്ച ലോൺ പാസ്സായിട്ടുണ്ട് 5 ലക്ഷം. സാർ, സത്യമാണോ സാർ? യെസ് യെസ്. നാളെ വൈഫിനെയും കൂട്ടി വന്നോളൂ. കുറച്ച് ഡോക്യുമെന്റ് സൈൻ ചെയ്യാനുണ്ടേ. വരാൻ സാർ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം സാർ. സാർ, ബാങ്കിൽ നിന്ന് മാനേജരാ ജാനകിയുടെ പേരിൽ അപേക്ഷിച്ച 5 ലക്ഷം രൂപയുടെ ലോൺ പാസ്സായിന്ന്. ഓ കടകൂടെ കാപ്പാത്തിയച്ച്. എടാ, ചില കുട്ടികൾ പിറക്കുമ്പോ അതിന്റെ കൂടെ നല്ല കാലവും പിറക്കും. ലക്ഷ്മി ദേവി ആൺകുട്ടികളുടെ രൂപത്തിലും പിറക്കാറുണ്ട്. അത് ശരിയാ, ദൈവങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ വരാലോ. ഈ ലോൺ പാസ്സായ വിവരം മാനേജർ പറഞ്ഞപ്പോ ഇതൊരു സ്വപ്നമായിരിക്കുന്ന ആദ്യം ഞാൻ കരുതിയത്. ഓ, ഈ സന്തോഷം കൊണ്ട് എന്താ പറയാ, ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായി പോയി. എന്തായാലും നമ്മുടെ സമയം തെളിയാൻ പോവാ. ഇനി നമുക്കൊന്ന് തകർക്കണം രഞ്ജേട്ടാ. പക്ഷേ ചേട്ടൻ പറഞ്ഞ ആ പഴഞ്ചൊല്ലുണ്ടല്ലോ, അതത്ര ശരിയായില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനില് മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞാ കുറച്ചുകൂടി ശരിയാവും. അല്ല, അങ്ങനെ പറയാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷിലും ചില ചൊല്ലുകളുണ്ട്. വാട്ട് എവർ ഹാപ്പൻസ് ഷുഡ് ഹാവ് ബീൻ ദ അല്ലല്ല ഷുഡ് ഹാവ് ബീൻ ദ ഹാപ്പനിങ് അല്ല ഹാപ്പൻ. അയ്യോ, അത് ആരോ വിളിക്കുന്നുണ്ട്. യെസ്, കം ഇൻ. എവിടെ ആളെവിടെ? ആര്? നല്ല പാറ്, നല്ല അംശமான കുളത്തിൽ. ഓക്കെ വാ. ഓക്കെ, കൊഞ്ചം വെളിയിൽ ഞാൻ അങ്ങോട്ട്. എന്താ എന്താ പപ്പേട്ടാ? ഇതേ വിജയിന്റെ പടത്തിലെ ആൾക്കാരാ. പടത്തിൽ വിജയിനെ പ്രസവിച്ചു കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. അതിനൊരു കുഞ്ഞിനെ വേണം. ഇവൻ അവർക്ക് ഓക്കെയാ. ഇത്ര ഉള്ളോ? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തിന്? അപ്പൊ പപ്പേട്ടാ, വിജയുമായി കോമ്പിനേഷൻ സീൻ ഉണ്ടാവും. എന്ത് മണ്ടത്തരടി പറയുന്നത്? ഈ കുഞ്ഞ് വലുതായിട്ട് വേണ്ടേ വിജയ് ആവാൻ? ഓ, ഞാനതോ. എന്നാ ഞാൻ അവരോട് സംസാരിച്ചോട്ടെ. അല്ല, ഓക്കെ ഓക്കെ. അവർ അന്തമാതിരി സിനിമ ഇൻട്രസ്റ്റ് എടുക്കുന്ന ടീമല്ലേ. ഞാൻ ഒരുവിധം പേശി മുടിച്ചാച്ചി 50,000 ഓക്കെ. ഒരു 25,000 അഡ്വാൻസ് എടുക്ക്. മീതി ലൊക്കേഷനില്. എന്റെ കമ്മീഷൻ വേറെ കേട്ടോ. ശരി ശരി. ഇതാ, ഇത് ഐശ്വര്യമായിട്ട് പിടിച്ചാട്ടെ. 25,000 അഡ്വാൻസ്, ബാക്കി 25,000 ലൊക്കേഷനില്. സാർ, കുഴന്ത പേര് കുഴന്ത പേര് 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 ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ ഭാഗ്യനാഥൻ എന്നൊരു പേരിടാൻ ആലോചിക്കുന്നുണ്ടല്ലേ? അതെ, പക്ഷെ വീട്ടില് ലക്കി എന്ന് വിളിക്കും. ഇവൻ വെറും ലക്കി അല്ല, ലക്കി സ്റ്റാറാ. ലക്കി സ്റ്റാർ.